മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെ മുതലെടുത്തുകൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനെക്കുറിച്ചാണ്. അതായത് ഇന്നലെ യാദൃശ്ചികമായിട്ട് ഞാൻ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് ഒരു ട്രോൾ വീഡിയോ കാണാനിടയായി. പൊന്നൂസ് വ്ളോഗ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു യൂട്യൂബ് ചാനൽ പരിചയമായിട്ടുണ്ടാവും. അതായത് ഒളിച്ചോടി വിവാഹം കഴിച്ച് വൈറലായിട്ടുള്ള ഒരു ഫാമിലി. ആ ഫാമിലിയിലുള്ള മിക്കവാറും എല്ലാവർക്കും തന്നെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെ ഫാമിലി റൺ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കുടുംബമാണ്. ഓക്കെ, അപ്പം ആ ഒരു വീഡിയോ കണ്ടപ്പം അതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. എൻ്റെ ചാനലിൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇപ്പോഴത്തെ തലമുറയുടെ വസ്ത്രവിധാനങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് അവരുടെ വസ്ത്രങ്ങളൊക്കെ എങ്ങനെയാണ് സോഷ്യലി മറ്റുള്ളവരുടെ കണ്ണിൽ അവരെക്കുറിച്ച് എന്താണ്, ആ ഒരു വസ്ത്രധാരണത്തിലൂടെ അവരുടെ ഒരു ഇമേജ് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അവർ ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ എങ്ങാനും അവരോട് പോയി പറയുകയോ ഗുണദോഷിക്കുകയോ ചെയ്താൽ നമ്മൾ പിന്നെ തന്ത വൈബായി തള്ള വൈബായി അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആയി വെച്ചിട്ട് നമ്മളെ ഒരുമാതിരി കോമാളിയായിട്ട് അവർ ചിത്രീകരിക്കും. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരോട് ഒരിക്കലും ആരും പോയി റിയാക്ട് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. എല്ലാവരെയും ഞാനിവിടെ അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. ഞാനും ഈ ഒരു മോഡേൺ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ്. എനിക്കും അതിനോട് നല്ല രീതിയിൽ ഇഷ്ടമുള്ള ഒരാളാണ്. അത്യാവശ്യം ഷോർട്ട്സ് ആയിട്ടുള്ള ഡ്രസ്സുകളും പിന്നെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സും ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാരെ അല്ല ഞാനിവിടെ പറയുന്നത്. ഈ ഒരു കാണുമ്പോൾ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഒരു വൾഗർ ഫീല് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ അയ്യേ ഇവരെന്താണ് ഇങ്ങനത്തെ ഒരു വേഷം ധരിച്ചിരിക്കുന്നത്, ഇവർക്കിത് തീരെ ഇണങ്ങുന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു പൊന്നൂസ് വ്ളോഗിലെ ഈ ഒരു പൊന്നൂസിൻ്റെ വസ്ത്രധാരണം കണ്ടിട്ട് എനിക്ക് യാതൊരു കാര്യവും മോശമായിട്ട് തോന്നിയിട്ടില്ല. അത്യാവശ്യം ഷോർട്ട്സ് ആയിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ സ്ലീവ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ വ്യക്തി ധരിക്കുന്നുണ്ട്. അതിലൊരു മോശവും എനിക്ക് തോന്നിയിട്ടില്ല. അത് നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ അവർക്ക് ഇണങ്ങുന്നുമുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് കണ്ട് നിൽക്കാൻ തോന്നുകയും ചെയ്യും. അപ്പം അതിലൊന്നും എനിക്ക് യാതൊരു കാര്യങ്ങളും നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ട്രോളിൽ ഭയങ്കര സംഭവമായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചല്ല ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. വസ്ത്രധാരണം എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിൽ ആർക്കും കൈകടത്താനുള്ള ഒരു അവകാശങ്ങളും ഇല്ല. പക്ഷേ നമ്മൾ ഒരു മോഡേൺ വസ്ത്രം നമുക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് ഇണങ്ങുന്നത് പോലെ ഇടുന്നതും, പക്ഷെ നമ്മൾ ആ ഒരു വസ്ത്രം നാലാളെ കാണിക്കാൻ വേണ്ടി ഇടുന്നതും രണ്ടും രണ്ട് രീതിയിലാണ്. ഇപ്പം ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ ഫെയിമിൽ നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, കുറച്ച് പേരൊക്കെ ഉണ്ട്. ആ ഒരു ഇൻഫ്ലുവൻസേഴ്സൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല ഈ ഒരു സിനിമയിലും ഒക്കെ കുറച്ച് അഭിനയിച്ച് പിന്നീട് ഇപ്പം യാതൊരു ചാൻസും ഇല്ല, അവർ സോഷ്യലി ഒരു ആക്റ്റീവും അല്ല, സിനിമയിലും ഇല്ല. പക്ഷേ അവർ നമുക്ക് ഒരു കാര്യത്തിൽ വളരെയധികം അവരുടെ സാന്നിധ്യം അവിടെ കാണാൻ പറ്റും. എവിടെയാണെന്നറിയോ? ഇനാഗുറേഷനിൽ. അവരിപ്പോൾ സിനിമ ചെയ്യുന്നില്ല, അവർ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളും ഇപ്പോൾ ചെയ്യുന്നില്ല. പക്ഷെ അവർ ഇനാഗുറേഷനിൽ എല്ലാവരും ക്ഷണിക്കുന്നുണ്ട്. കാരണം എന്താണ്? അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല്. ആ ഒരു ഡ്രസ്സിങ് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ തടിച്ച് കൂടും എന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു കാര്യം തന്നെയാണ്, അതായത് തങ്ങളുടെ കടയുടെ ഇനാഗുറേഷന് അല്ലെങ്കിൽ തങ്ങളുടെ സർവീസിന് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സംരംഭത്തിൻ്റെ ഇനാഗുറേഷന് ഇവരെ വിളിക്കുകയാണെങ്കിൽ അവിടെ 10 ആൾ കൂടും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവരെ അവിടെ വിളിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെ മുതലെടുത്തുകൊണ്ട് അവര്, അതായത് കാക്കയുടെ വിശപ്പും മാറും പശുവിൻ്റെ ചൊറിച്ചിലും മാറും എന്ന് പറഞ്ഞ പോലെ ഈ ഒരു കടക്കാരെല്ലാം കൂടി ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തുക. അപ്പം അവരെ കാണാൻ വേണ്ടി ആളുകൾ വരും. അത് ഇവരുടെ ആ ഒരു സംരംഭത്തിൻ്റെ ഒരു പ്രൊമോഷനും ആവും. ഇവരെ കാണാൻ വരുന്ന ആളുകളിലൂടെ അവരുടെ സർവീസ് നടക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇവരിവിടെ ഇനാഗുറേഷന് വേണ്ടി വിളിക്കുന്നത്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, പല വ്യക്തികളുടെ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഈ വീഡിയോസിലൊക്കെ ഇവിടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ആരെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നതെന്നൊക്കെ. ഓക്കെ, ഈ ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുന്നു പറയണത് പോലെ
ഇവരൊക്കെ ഇതുപോലത്തെ ഡ്രസ്സിങ് സ്റ്റൈൽ കാണിക്കുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ ഓരോ പാർട്സും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അവർ പല പല സാധനങ്ങളും വെച്ച് കെട്ടിയിട്ടാണ് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ വലിയ വലിയ ഭംഗിയാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? സത്യത്തിൽ ഇതൊന്നും ഒരു ഭംഗിയില്ല. ഭയങ്കര ബോറാണ്, വൾഗറാണ്. നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾക്ക് തന്നെ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത പോലെയാണ് ഇത് മറ്റുള്ളവർക്ക് ഫീൽ ആവണത്. സ്വന്തം ശരീരമല്ലേ, കുറച്ചൊക്കെ റെസ്പെക്റ്റ് കൊടുക്കുക. ശരീരം എന്നൊക്കെ പറയണത് നമ്മുടെ ആത്മാവിനെ വസിക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലമല്ലേ. അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക പ്രയോറിറ്റി കൊടുക്കുക. നമുക്കിത് എല്ലാവർക്കും എക്സ്പോസ് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ അവിടെ എവിടെയൊക്കെ എല്ലാവരും കാണട്ടെ എന്നുള്ള രീതിയിൽ ശരീരത്തിനൊന്നും ഒരു വാല്യൂം ഇല്ലാതെയാണ് പലരും സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത്. നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ സംരക്ഷിക്കേണ്ടത് എന്താണ്? നമ്മുടെ ശരീരം അല്ലേ? എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരുപാട് നല്ല കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പോഴും അവിടെ എവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ. എന്നാലും ഇങ്ങനെയുള്ള ഓരോരോ സംഭവങ്ങളാണ് നമ്മൾ കാണാറുള്ളത്. അപ്പം എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട സമയം ആയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉപദേശിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് തന്ത വൈബാണ് അല്ലെങ്കിൽ തള്ള വൈബാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ആട്ടി ഓടിക്കാറാണ് പതിവുള്ളത്. അപ്പം ഈ ഒരു പൊന്മൂസ് വ്ളോഗിലെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതൊരു നോർമലായിട്ടുള്ള കുടുംബമാണ്. അതിലങ്ങനെ ഒരു മോശം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു സമൂഹത്തിൽ ഇറങ്ങി ഇങ്ങനത്തെ പ്രഹസനങ്ങൾ കാണിക്കുന്ന ഇവരെക്കുറിച്ച് എനിക്ക് വളരെയധികം മോശമായിട്ടുള്ളൊരു അഭിപ്രായം തന്നെയാണ്. അതാണ് ഞാനിവിടെ വന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണവും. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ, എൻ്റെ കാഴ്ചപ്പാടാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളും. അപ്പോൾ എൻ്റെ വീഡിയോസ് കാര്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.